കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ എളിയവന് ദൈവജനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു തന്ന കൃപയ്ക്കും കരുണയ്ക്കുമായി ഞാൻ ആ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഒരിക്കൽ ഞാൻ നിരാശയിൽ നടന്നവനായിരുന്നു. ഒരു ജയജീവിതം എന്തെന്നറിയാതെ നടന്നവനായിരുന്നു. ജീവിതത്തിൽ ഒരു പ്രത്യാശയും ഇല്ലാതെ തലകുമ്പിട്ട് നടന്നവനായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും സഹനങ്ങളിലൂടെയും എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അന്ന് കടന്നുപോയ സഹനങ്ങൾ കൃപകളും അനുഗ്രഹങ്ങളുമായി യേശുക്രിസ്തു മാറ്റി തന്നു. കർത്താവായ യേശുക്രിസ്തു എൻ്റെ കരങ്ങളിൽ പിടിച്ച് എന്നെ ഉയർത്തി. ആർക്കും വേണ്ടാത്തവനായ എന്നെയും എൻ്റെ കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്തു. കർത്താവായ യേശുക്രിസ്തു എനിക്ക് സ്വർഗരാജ്യം ഉറപ്പാക്കി തന്നു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കുവാനും പാപത്തോട് എന്നേക്കുമായിട്ട് യാത്ര പറയാനുള്ള കൃപ കർത്താവായ യേശുക്രിസ്തു എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഇവിടെ വന്ന് വചനം കേൾക്കുവാൻ സാധിച്ചതാണ്. എന്നെ ഈ സത്യവചനം പറയുന്ന കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ ഈ സുവിശേഷ രംഗത്ത് കടന്നു വന്നത് മൂലം എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാനും അവസാനത്തുള്ള രക്തം വരെ എനിക്ക് തന്നു, എന്നെ രക്ഷിച്ച് വീണ്ടെടുത്തു എന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു എനിക്ക് ഉറപ്പ് തന്നു. ഇന്ന് ഞാൻ കിടന്നു പോയാലും എനിക്ക് സ്വർഗരാജ്യം ഉറപ്പാക്കി തന്നു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നു. ഞാൻ തികഞ്ഞവനായിട്ടല്ല, ഞാൻ പൂർണ്ണനായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. എന്നാൽ എന്നെ തികഞ്ഞവനാക്കുന്നവൻ, എൻ്റെ കരങ്ങളിൽ പിടിച്ച് എന്നെ ഉയർത്തിയവൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 29 അധ്യായം 11 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. കർത്താവായ യേശുക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ തന്നു. സ്വർഗരാജ്യത്തിന് അവകാശിയെ തീരുമാന വിധത്തിൽ ജീവിക്കാൻ ഈ ദാസന് കൃപ തന്നു. റോമർ 9:16 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ തന്നു. എനിക്കൊരു പുതിയ ഹൃദയം തന്നു. ഞാൻ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് തന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.